തിരുവനന്തപുരത്ത് കടുത്ത ചൂട് വകവയ്ക്കാതെ പ്രവർത്തകർ UDF-ന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയാണെന്നാണ് ശശി തരൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരവും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും മതേതര ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കണമെന്ന ആഗ്രഹവും കണക്കിലെടുത്ത് ജനങ്ങൾ എനിക്ക് വോട്ട് നൽകും. വിജയം ഉറപ്പാണെന്നാണ് തരൂരിൻ്റെ ആത്മവിശ്വാസം. കോൺഗ്രസിൽ സംഘടനാ പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ എതിരാളികൾ നടത്തുന്ന നുണപ്രചാരണമാണിത്. മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും പ്രവർത്തകർ സജീവമാണ്. ഇപ്പോൾ മണ്ഡലത്തിൽ UDF ആണ് പ്രചാരണത്തിന് മുന്നിൽ. പലയിടത്തും LDF സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമില്ല. ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കാനിരിക്കുന്ന കേന്ദ്ര ഭരണത്തിനെതിരെയാണ് പോരാട്ടം. അതിന് പ്രാപ്തിയുള്ളത് കോൺഗ്രസ് തന്നെയാണ്. BJP ശക്തമായ പ്രചാരണം നടത്തുന്നു. എന്നാൽ LDF എന്നെ മാത്രം ലക്ഷ്യമിടുന്നുവെന്നാണ് തരൂരിൻ്റെ വിഷമം. ന്യൂനപക്ഷ മേഖലയിലൊഴികെ LDF-ന്റെ പ്രചാരണം കാണാനേ ഇല്ലത്രേ. തിരുവനന്തപുരം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ച് 68 പേജുള്ള വികസന രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. 2 മെഗാ വികസന പദ്ധതികളായ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്, വിഴിഞ്ഞം തുറമുഖം എന്നീ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിലെ പ്രയത്നം ജനങ്ങൾക്കറിയാം. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം തുടക്കം മുതൽ പ്രവർത്തിച്ച് പദ്ധതിക്ക് ആവശ്യമായ ക്ലിയറൻസുകളും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടും ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കാൻ കഴിഞ്ഞു. 2012 വിജ്ഞാപനം പുറപ്പെടുവിച്ച കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് അത് നടപ്പിലാക്കിയത് BJP സർക്കാരാണെന്ന അവകാശവാദം പൊള്ളയാണ്. കന്യാകുമാരി വരെ പോകേണ്ട ബൈപ്പാസാണത്. കാരോടിനപ്പുറം 1 ഇഞ്ച് പോലും ബൈപ്പാസ് പണി നടത്താൻ ഇവർക്ക് കഴിയാത്തതെന്താണ്? ഞാൻ മുൻകൈയെടുത്ത് നടത്തിയ വികസനങ്ങൾ മണ്ഡലത്തിൽ എല്ലായിടത്തുമുണ്ട്. അത് വോട്ടായി മാറും, വോട്ടാവും. മണ്ഡലത്തിലെ ജനങ്ങളുമായി ഹൃദയബന്ധമുണ്ട്. 2009 മുതൽ തിരുവനന്തപുരത്തെ വോട്ടറാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോട്ടൺ ഹിൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. BJP LDF സ്ഥാനാർത്ഥികൾക്ക് ഇത് പറയാൻ കഴിയുമോ എന്ന് തരൂർ വെല്ലുവിളിച്ചു. എല്ലാ ഔദ്യോഗിക രേഖകളിലും തിരുവനന്തപുരത്തെ വിലാസമാണ്. ഇനിയുള്ള കാലവും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും. ജനങ്ങളും ഞാനും വേറെയല്ല, ഒന്നാണ്. തിരുവനന്തപുരത്തെ എല്ലാ സമുദായങ്ങളും എന്നോട് സ്നേഹമുള്ളവരാണ്. ഞങ്ങൾക്കിടയിലുള്ള ആത്മബന്ധം എതിരാളികളുടെ കുപ്രചരണങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയില്ല. ആരോപണം വെറും തെരഞ്ഞെടുപ്പ് നുണകളാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാ വിഭാഗങ്ങളുമായി ഒരുമിച്ച് വളർന്ന് ജീവിക്കുന്ന ആളാണ്. എല്ലാവരോടും മാന്യമായും എളിമയോടും കൂടിയേ പെരുമാറിയിട്ടുള്ളൂ. ആരും കൈവിട്ടിട്ടില്ല. അത്രയ്ക്ക് ആത്മബന്ധമാണ് തിരുവനന്തപുരവുമായി ഉള്ളതെന്നാണ് തരൂർ അവകാശപ്പെടുന്നത്. തരൂർ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ തരൂർ സൂക്ഷിക്കണം. കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ചിലർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിട്ട് BJP-യിൽ പോയി. അവരോടൊന്നും അവരുടെ നിഴൽ പോലും ഇല്ലെങ്കിലും അവരെ ഒന്നും പേടിക്കണ്ടെങ്കിലും തരൂരിൻ്റെ കൂടെ നിന്ന് പാലം വലിക്കാൻ BJP-യുമായി കരാർ ഉറപ്പിച്ച ചില നേതാക്കൾ പാർട്ടിയിലുണ്ട്. പാർട്ടി വിട്ടവരെ അല്ല പേടിക്കേണ്ടത്, കൂടെ നിൽക്കുന്നവരെയാണ് പേടിക്കേണ്ടത്. അച്ചാരം ഉറപ്പിച്ചവർ ഏറെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ BJP പാളയത്തിലെത്തും. ഒരു സംശയവും വേണ്ട. കാത്തിരുന്ന് കാണാം.